ഞാനൊന്ന് പറയട്ടെ. മുൻ MLA രക്ഷപ്പെട്ടത് ചുമപ്പ് കാറിലോ? അയ്യപ്പാ, നീ അവൻ ഇവിടെ എങ്ങാനും ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമോ? ഛേ, ഇവനെന്തിനാ ഈ പേടിച്ചോടുന്നത്? ചാനൽ കയറി പ്രതികരിച്ചാൽ പോരെ? സംരക്ഷിക്കാൻ ഞാനൊക്കെ ഇല്ലേ? ഭീരു എൻ്റെ കുട്ടൻസ്, എൻ്റെ പരിപാടി അവനെ പൂർണ്ണമായും കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല. അതായത് ഇന്ന് 7 മണിയുടെ ഇതിലെ ലാപ്ടോപ്പും ഈ ചാനലിലൊക്കെ രാഷ്ട്രീയ നിരീക്ഷകനായിരിക്കുന്ന അതെൻ്റെ പേര് പറയണ്ട. ഓക്കെ, കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനമാണെങ്കിലും ഒരു ഭാഗത്തു കൂടെ എന്നെ കുത്തുന്ന പോലെ ഒരു തോന്നൽ. എന്താ? എങ്ങോട്ട്? ആ കിടക്കുന്ന വണ്ടിയാണ് പോലീസ് വണ്ടി. അതിൽ ചെറിയൊരു ഉദ്യോഗസ്ഥനാണ്. പോയി കൂടെ? അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ. അതായത് എൻ്റെ വീടിന് മുമ്പിലാണ്, അറിയാലോ. അപ്പം നമുക്ക് മെല്ലെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം. സാറ് ചിരി കണ്ടിന്യൂ ചെയ്തോളൂ. ഒക്കെ ഞാനും ചിരിക്കാം. നമുക്ക് പോവാം. ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ സാറേ. അതായത് സാറേ, ഇപ്പൊ എന്തിനാ ധൃതി പിടിച്ചൊരു അറസ്റ്റ്? അത് ഞാൻ മോനെ പറഞ്ഞുതരാം. മോൻ ചാനലിൽ കയറി ഇരുന്ന് വെല്ലുവിളിച്ചൊന്നും ഓർമ്മയില്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പോലീസിന് എന്നെ വന്ന് അറസ്റ്റ് ചെയ്തോളൂ എന്നായിരുന്നു മോൻ പറഞ്ഞത്. അതിനാണ് ഈ പരിപാടി. ഓക്കെ, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇനി നിന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വേണം ആ വക്താവിനെ പിടിച്ചൊന്ന് പോട്ടാൻ. വക്താവ്? ഏത് വക്താവ്? ആ താമരയിൽ ഇപ്പുറം ചാടി വരില്ല. ഓ, വാറിയർ. ഓ, അവൻ്റെ കാര്യം കോമഡിയാ സാറേ. അവൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാവുമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എന്തോ ചെയ്യാം, ആരും അറിയാതെ അത് ആ അക്കൗണ്ടിൽ അങ്ങ് ഡിലീറ്റ് ആക്കുക. എന്നാൽ ഈ ഭയങ്കരമായ മാന്യം ചെയ്തേക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അങ്ങ് പറഞ്ഞേക്കുക, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നേ. ആരെങ്കിലും ചെയ്യുമോ സാറേ? കോമഡി. ആരോട് പറയാൻ? എൻ്റെ ലാപ്ടോപ്പ് ഇടറാ. ലാപ്ടോപ്പ് കാണാനില്ല. എവിടെ കൊണ്ടുപോയി പൂഴ്ത്തി? പൂർത്താനോ? ലാപ്ടോപ്പ് സർവീസിന് കൊടുത്തു. സർവീസാ? എവിടെ സർവീസിന് കൊടുത്ത്? അതെന്താ ലാപ്ടോപ്പ് സർവീസിന് കൊടുത്തു? ആ സാറേ, കിട്ടിയോ? കിട്ടിയല്ലേ? നമ്മളിവിടെ ഉണ്ട്. ശരി, ഓക്കെ. അപ്പോൾ പോവാ. നിന്റെ ലാപ്ടോപ്പ് കിട്ടേണ്ടടുത്ത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? കിട്ടി. ബാ, ഒളിപ്പിച്ചേരിക്കുന്ന കള്ളൻ. പോവാ. അല്ല സാറേ, ഇനി എന്താ കൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ അറിയിക്കാൻ? എന്നെ തൊട്ട് വെറുതെ അയ്യപ്പ കോപം വാങ്ങി വെക്കണോ? ഞാൻ എവിടെ നിന്നാന്ന് അറിയാമല്ലോ. നീ എവിടെന്നാന്നും അറിയാം, നീ എന്താണെന്നും എനിക്കറിയാം. അതുകൊണ്ട് മോനെ അധികം കളിക്കാൻ നിൽക്കണ്ട. വാ, എണീക്ക്. ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡ് സമയം തരും. എന്തിന്? 7 മണിക്ക് എനിക്കൊരു ചർച്ചയുണ്ട്. അതിന് മുമ്പ് വിടാൻ പറ്റും? അതൊക്കെ നമുക്ക് നോക്കാം. ചർച്ചക്കല്ലേ സെറ്റ് ചെയ്യാം. ഒന്ന് ആലോചിക്കണം. ഒന്നും ആലോചിക്കണം. ഒന്ന് പരിഗണിച്ചാലേ കാര്യം. കാണിച്ചു ഇത് കള്ളക്കളിയാണ്. എനിക്ക് ഇതുവരെ ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല, ഒരു നോട്ടീസ് തന്നിട്ടില്ല, പോലീസ് ഒരു നോട്ടീസ് തന്നിട്ടില്ല. ഇത് കള്ളക്കളിയാണ്. 30 സെക്കൻഡ് താ സാറേ. ഇനി ഞാനൊന്ന് പറയട്ടെ.